ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് സെൻറ്റൻസുകളാണ് പഠിക്കുന്നത്. എങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ പറയാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാൻ നമുക്ക് നോക്കാം. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ വെച്ചാൽ എന്താ? യു. എന്താണ്? വാട്ട്. അന്വേഷിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ലുക്കിംഗ് ഫോർ. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാം. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് പോയിന്റ്. ആരാണ് നിങ്ങളെ വിളിച്ചത്. ഇത് നമുക്ക് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ആരാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹൂ. ആരാണ്? ഹൂ. വിളിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് എന്താ? കോൾഡ്. നിങ്ങളെ യു. ആരാണ് നിങ്ങളെ വിളിച്ചത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് പറയേണ്ടത് നോക്കാം. ആരാണ്? അപ്പോൾ ഹൂ നിങ്ങളെ, യു വിളിച്ചത്, കോൾഡ്. അപ്പോൾ നമുക്കിത് എഴുതാം. ഹൂ കോൾഡ് യു. ഹൂ കോൾഡ് യു. ആരാണ് നിങ്ങളെ വിളിച്ചത്? ഹൂ കോൾഡ് യു. ഇനി നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ്. നിങ്ങൾ അത് എന്തുകൊണ്ട് പറഞ്ഞു. നിങ്ങളത് എന്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ? നിങ്ങളെന്ന് വെച്ചാൽ എന്താ? യു. നിങ്ങൾ അത്, ദാറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ദിസ്, അതെന്ന് പറയുമ്പോൾ ദാറ്റ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വൈ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വൈ. പറഞ്ഞുവിൻ്റെ മീനിങ് ഉണ്ട്. പറഞ്ഞു എന്ന് പറഞ്ഞാൽ സേ. അപ്പം നിങ്ങളത് എന്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതേണ്ടതെന്ന് നോക്കാം. Why did you say that. നമ്മളിന്ന് പഠിക്കുന്നത് എല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം നിങ്ങളത് എന്തുകൊണ്ട് പറഞ്ഞു. വൈ ഡിഡ് യു സേ ദാറ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? നിങ്ങൾക്കിപ്പോൾ എങ്ങനെ തോന്നുന്നു. നിങ്ങൾ എന്ന് വെച്ചാൽ എന്താ? യു. ഇപ്പോളിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നൗ. എങ്ങനെ തോന്നുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽ. എങ്ങനെയെന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്കിപ്പോൾ എങ്ങനെ തോന്നുന്നു. ഹൗ. എങ്ങനെ വെച്ചാൽ ഹൗ. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നൗ. തോന്നുക എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പം നിങ്ങൾക്കിപ്പോൾ എങ്ങനെ തോന്നുന്നു. നമുക്കതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. എങ്ങനെയുടെ ഇംഗ്ലീഷ് വേർഡാണ് ഹൗ. ഹൗ ഡു യു. നിങ്ങൾക്ക്. ഇവിടെ ഡു വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നുള്ളത് യു. ഹൗ ഡു യു. തോന്നുകയുടെ ഫീൽ. ഹൗ ഡു യു ഫീൽ നൗ. നിങ്ങൾക്കിപ്പോൾ എങ്ങനെ തോന്നുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിക്കുന്ന ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഒരു സാധാരണ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ.
ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്ന് വെച്ചാൽ ഐ. ഇവിടെ ഹിയർ. ഇരുന്നോട്ടെ നമ്മൾ റിക്വസ്റ്റ് ഫോമിലാണ് ചോദിക്കുന്നത്. ഇരിക്കുക, ഇരിക്കയുടെ ഇംഗ്ലീഷ് വേണ്ട സിറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കിതിനെ ഇംഗ്ലീഷിലോട്ട് എഴുതാം. ഇത് ഞാനിവിടെ ഇരുന്നോട്ടെ നമ്മൾ റിക്വസ്റ്റായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതണ്ടേ? ക്യാൻ ഐ സിറ്റ് ഹിയർ? ക്യാൻ ഐ സിറ്റ് ഹിയർ? ക്യാൻ ഐ സിറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ക്യാൻ ഐ സിറ്റ് ഹിയർ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് 6th ആണ്. 6th പോയിന്റ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇന്നലെയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഇന്നലെ എന്ന് പറഞ്ഞാൽ എസ്റ്റർഡേ. എസ്റ്റർഡേ എന്നും പറയാം, ദ ഡേ ബിഫോർ എന്നും പറയാം. അപ്പോൾ ഇന്നലെ എന്ന് വെച്ചാൽ എസ്റ്റർഡേ എന്താണ്? വാട്ട്? സംഭവിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹാപ്പൻ. സംഭവിച്ചത്. ഇതെന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാപ്പൻഡ് നമുക്ക് ചോദിക്കാം. ഹാപ്പൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. What happened? What happened yesterday? What happened yesterday? അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത്? What happened yesterday? ഇനി 7th പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഇത് നമുക്ക് നോക്കാം എങ്ങനെ എഴുതാന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്താ? യു. എന്തെങ്കിലും, എനി. സഹായം എന്ന് വെച്ചാൽ എന്താ? ഹെൽപ്പ്. വേണോ? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് എഴുതാന്ന് നോക്കാം. അപ്പം ഡു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഡു യു നീഡ് എനി? എന്തെങ്കിലും എന്ന് വെച്ചാൽ എനി. സഹായം ഹെൽപ്പ്. ഡു യു നീഡ് എനി ഹെൽപ്പ്? ഡു യു നീഡ് എനി ഹെൽപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഡു യു നീഡ് എനി ഹെൽപ്പ്? അപ്പോൾ നിങ്ങൾക്കെന്ന് വെച്ചാൽ യു. എന്തെങ്കിലും എന്ന് വെച്ചാൽ എനി, സഹായം, ഹെൽപ്പ്. വേണോ എന്ന് പറഞ്ഞാൽ ഡു യു നീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഡു യു നീഡ് എനി ഹെൽപ്പ്? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? 8th പോയിന്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും അപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതെങ്ങനെ പറയാൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ എന്താ? യു. എപ്പോഴെങ്കിലും. അപ്പോൾ എപ്പോഴെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? എവർ. ഹാവ് യു എവർ? സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ വിസിറ്റഡ്. അപ്പോൾ ഹാവ് യു എവർ വിസിറ്റഡ്? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? സന്ദർശിച്ചിട്ടുണ്ടോ? താജ്മഹൽ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. Have you ever visited താജ്മഹൽ? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ വിസിറ്റഡ് താജ്മഹൽ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം.
നിങ്ങൾ നിങ്ങൾ എത്ര കാലമായി നിങ്ങളിവിടെ എത്ര കാലമായി ജോലി ചെയ്യുന്നു? നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇപ്പം നിങ്ങൾ എന്ന് വെച്ചാൽ എന്താ? യു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹിയർ. എത്ര കാലമായി. അപ്പോൾ എത്ര കാലമായി നമുക്ക് എത്ര കാലമായി എങ്ങനെ നമ്മൾ പറയുന്നത്? ഹൗ ലോങ്. എത്ര കാലമായി, ഹൗ ലോങ്. ജോലി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്ര കാലമായി ജോലി ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ യു, ഇവിടെ ഹിയർ, എത്ര കാലമായി, ഹൗ ലോങ്. ജോലി എന്ന് വെച്ചാൽ വർക്ക്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ഇത് how long you ഇവിടെ നമ്മൾ have been ചേർക്കും. how long you have been working here. ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ how long you have been എത്ര കാലമായി. അതുകൊണ്ടാണ് ഇവിടെ എത്ര കാലത്തിന് ഇംഗ്ലീഷ് എന്താ? ഹൗ ലോങ്. അപ്പോൾ ഹൗ ലോങ് യു ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. നിങ്ങൾ ഇവിടെ എത്ര കാലമായി ജോലി ചെയ്യുന്നു. അപ്പം നിങ്ങളിവിടെ എത്ര കാലമായി ജോലി ചെയ്യുന്നു പറയുന്നത് ഹൗ ലോങ് യു ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം, എത്ര കാലമായി എന്ന് എവിടെയെങ്കിലും പറയണമെങ്കിൽ ഹൗ ലോങ് നമ്മൾ ആ ഒരു സെൻറ്റൻസ്, ആ ഒരു വേർഡ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. എത്ര കാലമായി, ഹൗ ലോങ് യു ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സാധാരണ ഞായറാഴ്ചകളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമുക്കിതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. സാധാരണ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ സാധാരണയുടെ വേർഡ് പറയണം? സാധാരണ. അപ്പം സാധാരണ ഞായറാഴ്ചകളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ യൂഷ്വലി സൺഡേയ്സ്. ഞായറാഴ്ചകൾ സൺഡേയ്സ്. നിങ്ങൾ യു എന്താണ് വാട്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്ന് വെച്ചാൽ യു എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? സാധാരണ ഞായറാഴ്ചകൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം നമുക്കിതിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. വാട്ട് ഡു യു യൂഷ്വലി do on Sundays?